Hi friends, welcome to my channel. Today's topic of discussion is Ulysses by Alfred Lord Tennyson. Alfred Lord Tennyson is a major Victorian poet and he is the most representative poet of his age. His poems carries the remarkable quality of that of a picture and Ulysses is a dramatic monologue. ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ളത് ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ വിക്ടോറിയൻ ഏജിലെ ഫേമസ് പോയിട്ടാണ് ആൻഡ് യുളീസസ് എന്ന് പറയുന്ന പോം ഒരു ഡ്രമാറ്റിക് മോണലോഗാണ്. ഓക്കെ, ഡ്രമാറ്റിക് മോണലോഗ് നമുക്കറിയാം. ഡ്രമാറ്റിക് മോണലോഗിൽ ഒരു സിംഗിൾ സ്പീക്കർ ഉണ്ടാവും. ആ സിംഗിൾ സ്പീക്കറിലൂടെ ആ ഒരു പോം ഫുള്ള് മൂവ് ചെയ്യുകയാണ് ഈ ഒരു ഡ്രമാറ്റിക് മോണലോഗ്. റോബർട്ട് ബ്രൗണിംഗ് എന്ന് പറയുന്ന വിക്ടോറിയൻ ഏജിലെ ഫേമസ് പോയിട്ടാണ് ഈ ഒരു പോം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ഫ്രാലിപ്പോ ലിപ്പി, ആൻഡ്രിയ ഡെൽസാട്ടോ, മൈ ലാസ്റ്റ് ഡച്ചസ്, ഒത്തിരി ഡ്രമാറ്റിക് മോണലോഗ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് റോബർട്ട് ബ്രൗണിങ്. ഓക്കെ, ബട്ട് ദിസ് പോം ഈസ് യുളീസസ് ബൈ ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ ഈസ് എ ഡ്രമാറ്റിക് മോണലോഗ് and this dramatic monologue gives the picture of the life and adventure of യുളീസസ്. അപ്പോൾ യുളീസസ് എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി ഗ്രീക്ക് വാരിയറുടെ ലൈഫ് ആൻഡ് അഡ്വഞ്ചറിനെ കുറിച്ച് പറയുന്ന ഒരു ഡ്രമാറ്റിക് മോണലോഗാണ് യുളീസസ് എന്ന് പറയുന്നത്. ആൻഡ് ഹു ഹാസ് എ തേഴ്സ്റ്റ് ഫോർ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. നോളജിനോടും എക്സ്പീരിയൻസിനോടും ഒരു തേഴ്സ്റ്റ് ഉള്ള, ഒരു ഡീപ്പ് ഡിസയർ ഉള്ള ഒരു ഗ്രീക്ക് ഹീറോയാണ് യുളീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്ത് വയ്ക്കുക, യുളീസസ് ബൈ ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ and Ulysses is a dramatic monologue. The beginning of the poem presents the speaker Ulysses, king of Ithaca, compares his past life and all his excitement with his present life as the king of Ithaca. അപ്പോൾ ഈ ഒരു പോം ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ സ്പീക്കർ എന്ന് പറയുന്ന യുളീസസിനെ ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. ആൻഡ് യുളീസസ് ഹി ഈസ് ദ കിങ് ഓഫ് ഇതാക്ക. ഇതാക്ക എന്ന് പറയുന്ന ഒരു റോക്കി ലാൻഡിൻ്റെ കിങ് ആണ് യുളീസസ്. ഓക്കെ, യുളീസസിൻ്റെ പാസ്റ്റ് ലൈഫിനെയും ആൻഡ് ഓൾ ഇസ് എക്സൈറ്റ്മെൻറ്റ് വിത്ത് ഹിസ് പ്രസൻറ്റ് ലൈഫിലെ എക്സൈറ്റ്മെൻറ്റിനെയും ഒക്കെ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ യുളീസസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് പോം, അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് ഡ്രമാറ്റിക് മോണലോഗ്, യുളീസസ് കമ്പയർസ് ഹിസ് പാസ്റ്റ് ലൈഫ് ആൻഡ് ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഹിസ് പ്രസൻറ്റ് ലൈഫ് ആസ് ദ കിങ് ഓഫ് ഇതാക്ക. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റിൽ പോം ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ലിറ്റിൽ പ്രോഫിറ്റ്സ് ദാറ്റ് an idle king by the still heat among these barren crags matched with an aged wife I maintained all unequal laws and do savage race that herd and sleep and feed and know not me. Okay, it little profits. It is of no use that an idle king, that to lead the life of an idle king by the still heath and these barren crags. ഈ റോക്കി ലാൻഡ്സിൻ്റെ ഇടയിൽ, ഈ ബാരൻ ക്രൈക്സ് മീൻസ് റോക്കി ലാൻഡ്സിൻ്റെ ഇടയിൽ ഈ ഹീത്തിനടുത്തായിട്ട് ഇങ്ങനെ ഒരു ഐഡിൽ കിങ് ആയിട്ട്, ലേസി കിങ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓഫ് യൂസ്ലെസ് എന്നാണ് ആരുടെ ഒപ്പീനിയൻ? യുളീസസിൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, അതും എങ്ങനെയുള്ള പീപ്പിളിനെയാണ് യുളീസസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? സാവേജ്, അൺസിവിലൈസ്ഡ് പീപ്പിളിനെയാണ്. അവരെന്ത് ചെയ്യുക മാത്രമേ ഉള്ളൂ, അവർ ജസ്റ്റ് അവരുടെ ലൈഫ് ഫുഡ് കഴിക്കുക ആൻഡ് ഈ ഡ്രിങ്ക് ആൻഡ് ബി മെറി എന്നുള്ള രീതിയിൽ അവരുടെ ലൈഫ് അവർ മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഹോഡ് ആൻഡ് സ്ലീപ്പ്, അവർ ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു, വീണ്ടും ഫുഡ് കഴിക്കുന്നു. ആൻഡ് നോട്ട് മീ, ദേ ഡു നോട്ട് നോ ദ വാല്യൂ ഓഫ് ദെയർ കിങ്, ദേ ഡു നോട്ട് നോ ദി നെയിം ഓഫ് ദെയർ കിങ്. ഓക്കെ, ദേ ആർ അൺസിവിലൈസ്ഡ് പീപ്പിൾ. അങ്ങനെ ആ ഒരു ഇതാക്കയെക്കുറിച്ചും ഇതാക്കയിലുള്ള പീപ്പിളിനെ കുറിച്ചുമൊക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആസ് ദി ലൈഫ് ഓഫ് എ കിങ് എന്നുള്ള രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പോം യുളീസസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. He says that it is useless to be a king ruling over ignorant and lazy people in Ithaca. അല്ലേ, ഇതാക്കയിലെ ലേസി പീപ്പിളിനെ റൂൾ ചെയ്യുന്നത് ഇങ്ങനെ ഇഗ്നോറൻ്റ് ആയിട്ടുള്ള, ലേസി ആയിട്ടുള്ള പീപ്പിളിനെ റൂൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓഫ് യൂസ്ലെസ് ആണെന്ന യുളീസസിൻ്റെ ഒപ്പീനിയൻ. ദേ ഡു നോട്ട് നോ ഹിം ഓർ അപ്രീഷിയേറ്റ് ഹിസ് ക്വാളിറ്റീസ്. യുളീസസിനെ അറിയത്തില്ല, യുളീസസിൻ്റെ ക്വാളിറ്റീസിനെ എന്ത് ചെയ്യത്തില്ല? അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. ഹി ഡിസ്ലൈക്സ് സ്പെൻഡിങ് ഹിസ് ടൈം നിയർ ദ ഫയർ പ്ലേസ് വിത്ത് ആൻ ഏജ്ഡ് വൈഫ്. അല്ലേ, യുളീസസ് എന്ത് ചെയ്യുന്നു? ഡിസ്ലൈക്ക് ചെയ്യുകയാണ്. അല്ലേ, എങ്ങനെയാണ് ഈ ഏജ്ഡ് ആയിട്ടുള്ള വൈഫിൻ്റെ അടുത്ത്, ഈ ഫയർ പ്ലേസിനടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓൺ ഹിസ് കിങ്ഡം ഡസ് നോട്ട് ഇവോക്ക് എനി ഇൻട്രസ്റ്റ് ഇൻ ഹിം.
അതുപോലെ യുളീസസിൻ്റെ ആ ഒരു ഇത്താക്ക എന്ന് പറയുന്ന ബാരൻ ക്രൈഗ്സിലെ ആ ഒരു അഡ്മിനിസ്ട്രേഷനും യുളീസസിലെ യാതൊരു ഇൻട്രസ്റ്റും ഇവോക്ക് ചെയ്യുന്നില്ല. ഹി ഫൈൻഡ്സ് ഹിസ് ഡ്യൂട്ടി ഓഫ് ഡിസ്റ്റർബിങ് അൺഈക്വൽ ലോസ് ടു സാവേജ് റൈസ്. യുളീസസ് പറയുന്നുണ്ട് സാവേജ് ആയിട്ടുള്ള പീപ്പിൾ, അൺസിവിലൈസ്ഡ് പീപ്പിളിൽ ഈക്വൽ അല്ലാത്ത ലോയും ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് ഈ ഒരു കിങ്ങിൻ്റെ ലൈഫ് ലീഡ് ചെയ്യുന്നത് എന്താ യുളീസസിന് അത്രത്തോളം വാസ് നോട്ട് അറ്റ് ആൾ ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. ഓക്കെ, ഇൻ കോൺട്രാസ്റ്റ് ഹി ഫൈൻഡ്സ് ഹിസ് പാസ്റ്റ് ലൈഫ്. യുളീസസിൻ്റെ പാസ്റ്റ് ലൈഫിനെ യുളീസസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നു, വിച്ച് വാസ് ഫുൾ ഓഫ് അഡ്വഞ്ചർ. ഓക്കെ, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു പാസ്റ്റ് ലൈഫിനെ മെൻഷൻ ചെയ്യുന്നു. ആൻഡ് ഹി ഏൺസ് ടു ഗോ ബാക്ക് ടു ദോസ് ഡേയ്സ്. അല്ല, ആ പാസ്റ്റ് ലൈഫിലേക്ക് മൂവ് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം യുളീസസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നു ഫസ്റ്റ് സ്റ്റാൻസയിലൂടെ. Ulysses compares his past life and all his excitement with the present life. He has become famous as an adventurous man. അല്ലേ, യുളീസസ് നമുക്കറിയാം, യുളീസസ് ഗ്രീക്ക് വാരിയർ ആണ്. ഹി ഹാസ് ഫേമസ് ആസ് ആൻ അഡ്വഞ്ചറസ് മാൻ. ഒരു അഡ്വഞ്ചറസ് മാൻ എന്നുള്ള രീതിയിലാണ് യുളീസസ് ഫേമസ് ആയിട്ടുള്ളത്. ഹിസ് ജേർണീസ് ഹാവ് ടോട്ട് ഹിം മച്ച്. He has enjoyed greatly and suffered greatly alone and also in the company of those who loved him, both on the shore and on the sea. അപ്പോൾ യുളീസസ് he had traveled a lot and his journeys have taught him much. അല്ലെ, യുളീസസ് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. യുളീസസിൻ്റെ ജേർണീസിൽ നിന്നും ഒരുപാട് യുളീസസ് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. യെസ്, എൻജോയ്ഡ് ഗ്രേറ്റ്ലി, ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സഫേർഡ് ഗ്രേറ്റ്ലി, ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്കും അതുപോലെ തന്നെ ഇൻ ദ കമ്പനി ഓഫ് ദോസ് ഹു ലവ്ഡ് ഹിം, ഫ്രണ്ട്സിൻ്റെ കൂടെയും കമ്പാനിയൻസിൻ്റെ കൂടെയും ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഓക്കെ, he has seen and known the cities of men and manners, climates, councils and governments. അല്ലേ, ഒരുപാട് യാത്ര ചെയ്യുന്നു, പല സിറ്റീസിൽ പോകുന്നു, പല സിറ്റീസ് ഓഫ് മെന്നിനെ കാണുന്നു, അവരുടെ മാനേഴ്സ് മനസ്സിലാക്കുന്നു, ക്ലൈമറ്റ്സ് മനസ്സിലാക്കുന്നു, കൗൺസിൽസും ഗവൺമെൻറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഹി വാസ് ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ദ ട്രോജൻ വാർ. ട്രോജൻ വാറിലെ ആക്റ്റീവ് മെമ്പർ ആയിരുന്നു യുളീസസ്. ഓൾ ടുഗദർ ഹീസ് എ പ്രോഡക്റ്റ് ഓഫ് വാട്ട് ഹി ഹാഡ് എക്സ്പീരിയൻസ്ഡ്. എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തോ അതിൻ്റെ ഒരു പ്രോഡക്റ്റാണ് യുളീസസ്. ഹി ഡിസ്കവേഴ്സ് ദാറ്റ് ദ മോർ ഹി ട്രാവൽസ് the more the horizon asked him to travel. അല്ലേ, യുളീസസ് മെൻഷൻ ചെയ്യുന്നുണ്ട്, വീണ്ടും ട്രാവൽ ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഹൊറൈസൺ പറയുന്നുണ്ട് എന്താ, വീണ്ടും ട്രാവൽ ചെയ്യണമെന്ന്. യുളീസസിന് ആ ഹൊറൈസണിലേക്ക് യാത്ര ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. ടു ഹിം എക്സ്പീരിയൻസ് ഈസ് ലൈക്ക് ആൻ ആർട്ട്. അല്ലേ, അതൊരു അനോട്ടേഷനാണ് കേട്ടോ. എക്സ്പീരിയൻസ്, എറ്റ് ഓൾ എക്സ്പീരിയൻസ് ഈസ് ആൻ ആർട്ട് വെയർ ത്രൂ ഗ്ലീംസ് ദാറ്റ് അൺട്രാവൽഡ് വേൾഡ് ഹൂസ് മാർജിൻ ഫെയ്ഡ്സ്. എക്സ്പീരിയൻസിനെ എന്തായിട്ട് കമ്പയർ ചെയ്യുന്നു, ആർച്ചായിട്ട് കമ്പയർ ചെയ്യുന്നു. വെൻ ഹി മൂവ്സ്, അല്ലേ, യുളീസസ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മാർജിൻ എന്ത് ചെയ്യുന്നു, ആർച്ചിൻ്റെ മാർജിൻ ഫെയ്ഡ് ആവുന്നു. ഹി വിൽ ബി നിയറിങ് ദ അൺഎക്സ്പെക്റ്റഡ് ലാൻഡ്. അപ്പോൾ എവിടേക്ക് എത്തുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലാൻഡിലേക്ക് എത്തുന്നു. ഇഫ് ഹി സ്റ്റോപ്സ് ട്രാവലിംഗ് ഹി ഷാൾ ബി റെഡ്യൂസ്ഡ് ടു റെസ്റ്റ്. അല്ലേ, ട്രാവലിംഗ് സ്റ്റോപ്പ് ചെയ്താൽ എന്തിലേക്ക് മാറും, റെസ്റ്റ് എന്നാൽ തുരുമ്പിലേക്ക് മാറുമെന്ന്, റെസ്റ്റ്. അല്ലേ, പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. ദ പോയറ്റ് കമ്പയർസ് ഓൾഡ് ഏജ് ലൈഫ് ആസ് എ വെപ്പൺ. അനോട്ടേഷനാണ്. How dull it is to pause, to make an end, to rest unburnished, not to shine in use. Okay, അപ്പോൾ the poet compares old age life as a weapon which will become rusty if it is not continuously, if it is not used continuously. പോയിട്ട് ഓൾഡ് ഏജ് ലൈഫിന് എന്തായിട്ട് പറയുക, ഒരു വെപ്പണായിട്ട് പറയുക. ആ ഒരു വെപ്പൺ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അതെന്തായിട്ട് മാറും, റസ്റ്റി ആയിട്ട് മാറും, തുരുമ്പ് പിടിച്ച് പോകും എന്നുള്ള രീതിയിലുള്ള ഒരു വെപ്പണായിട്ട് പോയിട്ട് ഓൾഡ് ഏജ് ലൈഫിനെ കമ്പയർ ചെയ്ത് പറയുന്നു. ബീങ് ഓൾഡ്, യുളീസസ് ഈസ് അവെയർ ദാറ്റ് ഹി വിൽ നോട്ട് ലിവ് ലോങ്. അല്ലേ, യുളീസസ് ഓൾഡ് ഏജ് ആണ്. ഇപ്പോൾ ഓൾഡ് ഏജിലെ യുളീസസിനെ അറിയാം ഹി വിൽ നോട്ട് ലിവ് ലോങ്. ഹി ലീവ്സ് ദ സ്കെപ്റ്റർ ആൻഡ് കിങ്ഡം ടു ഹിസ് ഡിയർ സൺ ടെലിമേക്കേഴ്സ്. ബി എക്കാർക്ക് ഈ ടെലിമേക്കേഴ്സ് വരുന്ന പോർഷൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് അനോട്ടേഷനും ആണ്. ബി കോമിനും ഇമ്പോർട്ടൻ്റ് ആണ് അനോട്ടേഷൻ. He leaves his scepter and kingdom to his dear son Telemachus. അപ്പോൾ ടെലിമേക്കേഴ്സിനെ ഇവിടെ മെൻഷൻ ചെയ്യുന്നു. ദിസ് ഇസ് മൈ സൺ മൈൻ ഓൺ ടെലിമേക്കേഴ്സ് ടു ഹൂം ഐ ലീവ് ദ സ്കെപ്റ്റർ ആൻഡ് ഹിസ് ഐൽ. അതായത് നമ്മൾ ഈ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്ന ആ ഒരു പോയറ്റിക് ഫോമിൻ്റെ ഫീച്ചർ തന്നെ അവിടെ പാസീവായിട്ടുള്ള ലിസണേഴ്സ് ഉണ്ടാവും. ബൈ ദ ആക്ഷൻസ് അല്ലെങ്കിൽ ബൈ ദ ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബൈ ദ വേർഡ്സ് ഓഫ് ദ സ്പീക്കർ വി ക്യാൻ ഐഡൻറ്റിഫൈ ദി പാസീവ് ലിസണേഴ്സ്. അപ്പോൾ ഇവിടുത്തെ പാസീവ് ലിസണറാണ് ടെലിമേക്കേഴ്സ്. ദിസ് ഇസ് മൈ സൺ മൈൻ ഓൺ ടെലിമേക്കേഴ്സ്. അല്ലേ, ഇവിടെ എൻ്റെ സണ്ണുണ്ട്, എൻ്റെ സ്വന്തം ടെലിമേക്കേഴ്സ് എന്നാണ് പറയുന്നത്. യുളീസസ് തിങ്സ് ദാറ്റ് ഹിസ് സൺ വിൽ ക്യാരി ഔട്ട് ഹിസ് ഡ്യൂട്ടീസ് with sincere devotion. He will manage the affairs of the kingdom and he will look after the household gods in his absence. യുളീസസ് തിങ്ക് ചെയ്യുന്നു, യുളീസസിൻ്റെ സൺ എന്ത് ചെയ്യും,
ക്യാരി ഔട്ട് ചെയ്യും അല്ലേ, ദ ഡ്യൂട്ടീസ്. ഈ ഒരു യുളീസസ് എന്തൊക്കെ ചെയ്യാനുണ്ടോ ആ ഡ്യൂട്ടീസൊക്കെ ഭയങ്കര സിൻസിയറായിട്ട് ഡിവോട്ടഡായിട്ട് യുളീസസിൻ്റെ സൺ ക്യാരി ഔട്ട് ചെയ്യും, ടെലിമേക്കസ് ക്യാരി ഔട്ട് ചെയ്യും. ഹി വിൽ മാനേജ് ദ അഫയേഴ്സ് ഓഫ് ദ കിങ്ഡം അല്ലേ, രാജ്യകാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യും. അതുപോലെ ആൻഡ് വിൽ ലുക്ക് ആഫ്റ്റർ ദി ഹൗസ് ഹോൾഡ് ഗോഡ്സ് അല്ലേ, ഹൗസ് ഹോൾഡ് ഗോഡ്സിനെ എന്ത് ചെയ്യും, ഇൻ ദി ആബ്സെൻസ് ഓഫ് യുളീസസ് ടെലിമേക്കസ് നല്ലവണ്ണം ലുക്ക് ആഫ്റ്റർ ചെയ്യും. In fact, Telemachus is born to rule and Ulysses is made for adventure. Telemachus എന്ന് പറയുന്നത് എന്തിനു വേണ്ടി തന്നെയാണ് ജനിച്ചത്, റൂൾ ചെയ്യാനായിട്ട്, കിങ് ആവാനുള്ള ഒരു ജനനമായിരുന്നു ടെലിമേക്കസ്. അതുപോലെ യുളീസസ് ആണെങ്കിലോ ഇസ് മെയ്ഡ് ഫോർ അഡ്വഞ്ചർ, അഡ്വഞ്ചറിനുള്ള ഒരാളാണ് യുളീസസ് എന്ന്. അത്രത്തോളം അഡ്വഞ്ചറസ് ആയിട്ടുള്ള വോയേജസിനെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് യുളീസസ്. The son and father will thus devote themselves in their own works അല്ലേ, സണ്ണും ഫാദറും ഒക്കെ അവരുടെ ഓൺ വർക്സിൽ എന്ത് ചെയ്യും, ഡിവോട്ടഡ് ആയിരിക്കും. In the final stanza, Ulysses calls upon his brave warriors to get ready for the voyage. അപ്പോൾ ലാസ്റ്റ് സ്റ്റാൻസയിലൂടെ യുളീസസ് എന്ത് ചെയ്യുന്നു, യുളീസസിൻ്റെ ബ്രേവ് വാരിയേഴ്സിനെ വിളിക്കുന്നുണ്ട്. എന്തിനാ, ടു ഗെറ്റ് റെഡി ഫോർ ദ വോയേജ് അല്ലേ, വോയേജിന് വേണ്ടിയിട്ട് റെഡി ആവാനായിട്ട്. ഹി അപ്ലോഡ്സ് ഹിസ് ഫെലോ സെയിലേഴ്സ് ഹു വർക്ക്ഡ് ആൻഡ് സ്ട്രഗിൾഡ് വിത്ത് ഹിം അല്ലേ, അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൈസ് ചെയ്യുക അല്ലേ. ഇവിടെ എന്ത് ചെയ്യുന്നു, ഫെലോ സെയിലേഴ്സിനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യുളീസസിൻ്റെ കൂടെ വർക്ക് ചെയ്ത, യുളീസസിൻ്റെ കൂടെ സ്ട്രഗിൾ ചെയ്ത ഫെലോ സെയിലേഴ്സിനെ യുളീസസ് വിളിക്കുന്നുണ്ട്. ദേ ഫോൾഡ് ഓൾ ഡിഫിക്കൽട്ടീസ് വിത്ത് ഫിയർ ആൻഡ് ആങ്സൈറ്റി അല്ലേ, പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിൽ അവരെ അതിനെ ഫൈറ്റ് ചെയ്തു വിത്ത് ഫിയർ അല്ലേ. അതുപോലെ ആങ്സൈറ്റിയോടുകൂടി ഓൾ ഡിഫിക്കൽട്ടീസിനെ അവർ ഫൈറ്റ് ചെയ്തവരാണ്. നൗ ദേ ആർ ഓൾഡ് ആൻഡ് ബട്ട് ഓൾഡ് ഏജ് ഹാസ് ഇറ്റ്സ് ഓൺ ഓണർ. ബട്ട് ഇന്ന് യുളീസസും യുളീസസിൻ്റെ മാരിനേഴ്സും കമ്പാനിയൻസും ഒക്കെ എന്തായിട്ട് മാറി, ഓൾഡായിട്ട് മാറി. ബട്ട് ഓൾഡ് ഏജിന് അതിൻ്റേതായിട്ടുള്ളൊരു ഓണറുണ്ട്. ഡെത്ത് ഈസ് ദ എൻഡ് ഓഫ് ലൈഫ് ബട്ട് ബിഫോർ ദേ ഡൈ ദേ ഷുഡ് ഡൂ സം നോബിൾ വർക്ക്സ് അല്ലേ. ഡെത്ത് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ലൈഫാണ്. ഇവിടെ ടെനിസൺ പറഞ്ഞിട്ടുണ്ട്, ഡെത്ത് ക്ലോസസ് ഓൾ ബട്ട് സംതിങ് അറ്റ് ദ എൻഡ് സം വർക്ക് ഓഫ് നോബിൾ നോട്ട് മേ ഇറ്റ് ബി ഡൺ അല്ലേ. ഡെത്ത് എന്ന് പറയുന്ന എൻഡ് ഓഫ് ലൈഫ്, ബട്ട് ഡെത്തിന് മുന്നേ ഇനിയും നോബിളായിട്ടുള്ള ഒരുപാട് വർക്ക്സുകൾ ചെയ്യാനുണ്ട്, സിഗ്നേച്ചറായിട്ടുള്ള വർക്ക്സുകൾ ചെയ്യാനുണ്ട്. ഡെത്ത് ഈസ് ദ എൻഡ് ഓഫ് ലൈഫ് but before they died they should do some noble works. Ulysses believes that it is not too late to seek a newer world. He wants to sail beyond the horizons until he die അല്ലേ. മരിക്കുന്നതിന് മുന്നേ എവിടേക്ക് യാത്ര ചെയ്യണം, ഹൊറൈസൺസിലേക്ക് യാത്ര ചെയ്യണം. He gives courage to his companions for their last journey. അപ്പോൾ ലാസ്റ്റ് ജേണിയിലേക്ക് വേണ്ടിയിട്ട് കമ്പാനിയൻസിന് കറേജ് കൊടുക്കുകയാണ് ആരാ, യുളീസസ്. He also tells them that it is going to be risky and dangerous. ഈ ലാസ്റ്റ് ജേണി എന്ന് പറയുന്നത് സംടൈംസ് അത്രത്തോളം ഈസി ആയിരിക്കത്തില്ല, ഇറ്റ് വിൽ ബി റിസ്കി ആയിരിക്കും ആൻഡ് അതുപോലെ തന്നെ എന്തായിരിക്കും, ഡേഞ്ചറസ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ദ വോയേജ് അൻറ്റിൽ ഡെത്ത്, മരണം വരെയുള്ള യാത്രയാണ്, ലാസ്റ്റ് വോയേജ് ആണെന്ന് യുളീസസ് കമ്പാനിയൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. They may sink into the deep ocean and touch the happy isles അല്ലേ. ഹാപ്പി ഐൽസ് എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജി അനുസരിച്ച് പാരഡൈസ് ആണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇൻ കേസ് ഈ ഡീപ്പ് ഓഷ്യനിൽ സിങ്ക് ചെയ്യുകയാണെങ്കിൽ എവിടെ എത്തും, ഹെവനിലെത്തും. അതായത് ഡെത്ത് ഉണ്ടാവുന്ന മീനിങ് ഹെവനിലെത്തും. ഇൻ ദാറ്റ് കേസ് അവിടെയും യുളീസസിന് ഒരു ആശ്വാസമുണ്ട്. ദേ മേ ഹാവ് ദ ലക്ക് ടു മീറ്റ് അഖിലസ് whom they love and admire greatly. അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അഖിലസിനെ അവർക്ക് എവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റും, ഹെവനിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റും. ടൈം ആൻഡ് ഫെയ്റ്റ് ഹാസ് മെയ്ഡ് ദം വീക്ക് ആൻഡ് ടയർഡ്. എഗെയിൻ അനോട്ടേഷനാണ്. ടൈം ആൻഡ് ഫെയ്റ്റ് അവരെ എന്താക്കി മാറ്റി, വീക്കാക്കി മാറ്റി ആൻഡ് ടയേർഡാക്കി മാറ്റി. ഇവിടെ പറയുന്നുണ്ട്, മെയ്ഡ് വീക്ക് ബൈ ടൈം ആൻഡ് ഫെയ്റ്റ് ബട്ട് സ്ട്രോങ് ഇൻ വിൽ ടു സ്ട്രൈവ് ടു സീക്ക് ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു ഈൽഡ് അല്ലേ. അപ്പോൾ ടൈം ആൻഡ് ഫെയ്റ്റ് ഹാസ് മെയ്ഡ് ദം വീക്ക് ആൻഡ് ടയേർഡ് ബട്ട് ദേ ഹാവ് ദ സെയിം ഹീറോയിക് ടെമ്പർ വിച്ച് ഹാഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു ഹീറോയിക് ടെമ്പർ ഇന്നും ആരിൽ റിമെയിൻ ചെയ്യുന്നു, യുളീസസിൽ റിമെയിൻ ചെയ്യുന്നു. ഈവൻ ദോ ഹീ ഈസ് ഇൻ ഹിസ് ഓൾഡ് ഏജ്. ഓൾഡ് ഏജ് ഹാസ് ടേക്കൺ അവേ ദ ഫിസിക്കൽ സ്ട്രെങ്ത് ബട്ട് ദ സ്പിരിച്വൽ സ്ട്രെങ്ത് റിമൈൻ. ഓൾഡ് ഏജ് ആകുമ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത് വീക്കായി, ബട്ട് ഇന്നും എന്തുണ്ട്, സ്പിരിച്വൽ സ്ട്രെങ്ത് റിമെയിൻ ചെയ്യുന്നുണ്ട്. ഹി ബിലീവ്സ് ഇൻ ആക്ഷൻ ആൻഡ് മൂവ്മെൻറ്റ്. ആക്ഷനിലും മൂവ്മെൻറ്റിലുമൊക്കെ ബിലീവ് ചെയ്യുന്നു. ദോ വീക്കൺ ബൈ ടൈം ആൻഡ് ഫെയ്ത്ത് they still have the strong determination to strive to seek to find and not to yield. ടൈമും ഫെയ്റ്റും വീക്കാക്കി മാറ്റിയെങ്കിലും യുളീസസിൽ ഇന്നും എന്തുണ്ട്, സ്ട്രോങ് ഡിറ്റർമിനേഷനുണ്ട്. സ്ട്രൈവ് ചെയ്യണം, സീക്ക് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം, യാതൊന്നിനും ഈൽഡ് ചെയ്യാൻ പാടില്ല, സറണ്ടർ ചെയ്യാൻ പാടില്ല എന്ന്.
Ulysses is a brave and restless spirit, passionately in love with knowledge and adventure. യുലീസസ് എന്ന് പറയുന്ന ഒരു ബ്രേവ് ആണ്, കറേജിയസ് ആയിട്ടുള്ള, റെസ്റ്റ്ലെസ് ആയിട്ടുള്ള സ്പിരിറ്റ് ആണ്. പാഷനേറ്റ്ലി എന്തിനോടുള്ള ലവ് ഉണ്ട്? നോളജിനോടും അഡ്വഞ്ചറിനോടുമുള്ള ലവ് ഉണ്ട്. ഒരു ഫാസ്റ്റായിട്ടൊരു വീഡിയോ എടുത്തതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ എൻ്റെ നമ്പറിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.